ഇന്ന് നമ്മൾക്ക് എളുപ്പത്തിലൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു കോഴി, ഒരു 1.5 കിലോ ഉണ്ടാവും ചിക്കൻ. അതെടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളമൊക്കെ അതിൻ്റെ പോകാനായിട്ട് വെച്ച് നമ്മളൊരു കുറച്ച് ആ ചിക്കനിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട്, അതേപോലെ മഞ്ഞൾപ്പൊടി കുറച്ച്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ കൂടെ ഇട്ടിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം വയ്ക്കുക. അതിനായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടിയും ചേർത്തു. ആദ്യം നമ്മൾ ഇട്ടത് മുളക് പൊടിയായിരുന്നു, അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. കൂടുതലൊന്നും വേണ്ട, നമ്മൾ മസാല പിന്നീട് നമ്മൾ എണ്ണയിൽ വഴറ്റുമ്പോൾ ചെയ്യുക. ഇപ്പം ചിക്കനിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ. അത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ചിക്കൻ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. അത് നമ്മൾ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതൊരു സവാള, കുറച്ച് വലിയ സവാള 2 എണ്ണം കട്ട് ചെയ്തതാണത്, നൈസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലെടുത്ത് 2 എണ്ണമാണ്. ചെറിയ എന്താണെങ്കിൽ 3 എണ്ണമൊക്കെ എടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇതിന് വഴറ്റണം. നമുക്ക് സവാള നന്നായിട്ട് വഴറ്റണം. അതിൻ്റെ കൂടെ 2 പച്ചമുളക് നടുവേ ഒളിച്ചതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ഒത്തിരി നല്ല ഒരു ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കത് വഴറ്റാം. ഇതിൽ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഏകദേശം ഒരു പകുതി വഴണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഓരോ ടീസ്പൂൺ വീതം ഇട്ടുകൊണ്ട്, ടീസ്പൂൺ പറഞ്ഞാൽ അത്ര ഫുള്ളായിട്ടാണ്, ഒരു ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ചേർക്കാം. അത് അത്രയും ചേർത്തിട്ട് കുറച്ച് കൂടെ വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടീസ്പൂണും ഇഞ്ചി 1 ടീസ്പൂണും ചേർത്തിട്ട് അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോണ വരെ വഴറ്റി കൊടുക്കുക. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇതിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് നിൽക്കുന്നത് കുരുമുളകിലാണ്. അപ്പോൾ കുരുമുളക് പൊടി കുറച്ച് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഏകദേശം ഉള്ളിയും അപ്പോഴേക്കും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമല്ലോ. നമ്മൾ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഒരു മല്ലിപ്പൊടി ടീസ്പൂണിലാണ് എടുത്തിരിക്കുന്നത്, 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ എരിവ് അതിലുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി, ഒരു ചെറിയ തക്കാളി 2 എണ്ണം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിൽ ചേർത്തിട്ട് നമുക്കത് നന്നായി തക്കാളിക്ക് ഒന്നുകൂടെ വഴറ്റി കൊടുക്കുക. തക്കാളിയും ഉള്ളിയും ഒക്കെ നന്നായിട്ട് ഇതിലൊന്ന് വഴണ്ട് വരട്ടെ. അതിനുശേഷം ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ഇപ്പോൾ ഒരുവിധം നന്നായിട്ടൊന്ന് അതിൽ ഏകദേശം ഒരു ഉടഞ്ഞ പരുവത്തിലായിട്ടുണ്ട്. ഇപ്പോൾ അത് എല്ലാം കൂടെ ഒന്ന് സെറ്റായ പോലെ ആയിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചിക്കൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ചുരുട്ടിയിട്ട് അതിൻ്റെ വെള്ളം, ചിക്കനിൽ ഒരു ചെറുതായിട്ടൊരു വെള്ളം വരുമല്ലോ, അതുവരെ നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേ ഇതിലത്തെ ഈ മസാലകളൊക്കെ ഒന്ന് അതിലേക്ക് നന്നായിട്ടൊന്ന് ചിക്കനിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതൊക്കെ നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. മസാലകൾ മുഴുവൻ ചിക്കനിൽ പിടിക്കണം. അപ്പോൾ ചെറിയൊരു വെള്ളം വരും ചിക്കണിൽ നിന്ന് ഇതാണ്ട്. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി. ഇടയ്ക്ക് മൂടി പാത്രം അടച്ചു വെച്ചിട്ടൊക്കെ ഒന്ന് നമുക്ക് വഴറ്റണത് ഞാൻ അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. നമ്മൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചൂടാക്കി വെച്ച വെള്ളമാണ്, തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ചിക്കൻ നന്നായിട്ട് മൂടി നിൽക്കണ പോലെ ഒരു
ഒരു കപ്പ്, അതായത് ഒരു 1/2 ലിറ്ററിന് മേലെ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും എനിക്ക്. അതും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൽ ഉപ്പും നമുക്ക് നോക്കണം. അതിൽ കുറച്ച് ആവശ്യത്തിന് ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാണല്ലോ. ഉപ്പും കൂടെ നോക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി ഒരു വിധം ഇത്രയും ഗ്രേവി വേണ്ടെങ്കിൽ നമുക്ക് വറ്റിക്കുക. അതൊക്കെ ഞാനിതിൽ ഇത്രയും ഗ്രേവി വേണമെന്നുള്ളതിൽ നമ്മുടെ ചിക്കൻ മല്ലിയിലയും കൂടെ അരിഞ്ഞതിട്ട് കൊടുത്തിട്ട് ഇറക്കി വെച്ചു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ കറിയാണിത്.